ശ്രീമതി കാനത്തിൽ ജമീല നോട്ടീസ് നൽകിയിട്ടുള്ള രണ്ടാമത്തെ പ്രമേയം. ശ്രീമതി കാനത്തിൽ ജമീലയ്ക്ക് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. സർ, ഭക്ഷ്യ പൊതുവിതരണ മേഖലയിൽ സംസ്ഥാനത്തോടുള്ള വിവേചനം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രമേയം. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യ വിഹിതവും മണ്ണെണ്ണയും അനുവദിക്കാതെയും ഭക്ഷ്യധാന്യ ടൈഡ് ഓവർ വിഹിതം വർദ്ധിപ്പിക്കാതെയും ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരം ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുവാനുള്ള ടെൻഡർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മാത്രം പങ്കെടുക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ സപ്ലൈകോ അടക്കമുള്ള സർക്കാർ ഏജൻസികൾക്ക് വിലക്കേർപ്പെടുത്തുകയും പൊതുജനങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ച് പൊതുവിതരണ രംഗത്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങൾ തുടർന്നു വരുന്നു. സംസ്ഥാനത്തെ ജനങ്ങളോടുള്ള വിവേചനപരമായ തീരുമാനങ്ങൾ പിൻവലിക്കണമെന്നും അർഹതപ്പെട്ട അവശ്യ ഉൽപ്പന്നങ്ങൾ വെട്ടിക്കുറവ് വരുത്താതെയും കാലവിളംബം വരുത്താതെയും അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാർ നിരവധി തവണ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതിന് ശ്രമം നടത്തുമ്പോഴും പൊതുവിതരണം ഒരു പരിധിവരെ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് ഇക്കാര്യത്തിലും സംസ്ഥാന സർക്കാർ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റി വരുന്നു. എന്നാൽ സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിന് അതീതമായ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന വിവേചനപരമായ തീരുമാനങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തോടുള്ള വിവേചനം അവസാനിപ്പിച്ച് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ, മണ്ണെണ്ണ എന്നിവയുടെ വിഹിതം വെട്ടിക്കുറവില്ലാതെ അനുവദിക്കണമെന്നും ടൈഡ് ഓവർ വിഹിതം വർദ്ധിപ്പിക്കണമെന്നും OMS സ്കീം സർക്കാർ ഏജൻസികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് പിൻവലിക്കണമെന്ന് ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഇതാണ് സർ എൻ്റെ പ്രമേയം. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. ശ്രീ കാനത്തിൽ ജമീല അങ്ങേക്ക് സംസാരിക്കാവുന്നതാണ്. സർ, കേരളത്തെ പറ്റി വിലയിരുത്തുമ്പോൾ പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, പൊതുവിതരണ സമ്പ്രദായം, ഇതാണ് സർ നമ്മളെ ഏത് കാലവും വിലയിരുത്തുന്നത്. പൊതുവിതരണ സമ്പ്രദായം എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ശക്തമായിട്ട് നടന്നു പോരുന്ന ഒരു സ്ഥിതിയായിരുന്നു മുൻകാലങ്ങളിലുണ്ടായിരുന്നത്. 1964 നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. സർ, കൊടിയ ഭക്ഷ്യക്ഷാമം നേരിടുന്ന സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യം നൽകണമെന്ന് കേരളത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ആവശ്യവും അതിൻ്റെ പിന്നിൽ വലിയ രീതിയിലേക്കുള്ള പ്രക്ഷോഭ സമരങ്ങളടക്കം അന്നത്തെ പാവപ്പെട്ടവൻ്റെ പടത്തലവൻ എന്നറിയപ്പെടുന്ന AKGയുടെ നേതൃത്വത്തിലടക്കം വലിയ സമരങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി കണ്ടാണ് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം അനുവദിച്ചു കിട്ടിയിട്ടുള്ളത്. രാജ്യത്തെ വിദേശ നാണ്യം നേടിത്തരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേരം, റബ്ബർ തുടങ്ങിയ ഇതേപോലെയുള്ള കാര്യങ്ങൾ, ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുവാൻ സാധിച്ചപ്പോൾ അത് വലിയ രീതിയിൽ വിദേശ നാണ്യം കേരളത്തിലേക്ക്, ഇന്ത്യ രാജ്യത്തിന് തന്നെ വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്തിട്ടുള്ളതാണ് സർ. ആ കാലത്താണ് നമുക്ക് ഏറ്റവും ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത്. സർ, ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന ഈ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം പിന്നീട് വലിയ രീതിയിലേക്ക് കുറഞ്ഞു പോവുകയും വലിയ ഭക്ഷ്യക്ഷാമം ഇപ്പം നേരിടുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. സർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന നെഞ്ചിനാട് ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപം കൊള്ളുമ്പോൾ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് തമിഴ്നാടിനോട് ചേർന്നപ്പോഴാണ് ഏറ്റവും വലിയ ഭക്ഷ്യക്ഷാമം നമുക്ക് നേരിട്ടിട്ടുണ്ടായിരുന്നത്. സർ, 1990 നരസിംഹറാവു ഗവൺമെൻറ് ഈ രാജ്യത്ത് ആഗോള നയങ്ങൾ നടപ്പിലാക്കാൻ ആരംഭിച്ചതോടെയാണ് സബ്സിഡികളിൽ നിന്നും ഗവൺമെൻറ് പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുള്ളത്. സർ, അതോടെ റേഷൻ സമ്പ്രദായം അടക്കം അവതാളത്തിലാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് 2013 രണ്ടാം UPA ഗവൺമെൻറ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി നിയമം NFSA നടപ്പിലാക്കിയതോടുകൂടി കേരളത്തിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായത്തിൻ്റെ പതനം തുടങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ പല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് സർ റേഷൻ സമ്പ്രദായം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
ഏറ്റവും നല്ല രീതിയിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കാർഡ് പോലെ തന്നെ പൊതു ന്യായവില ഷോപ്പ് എന്ന് റേഷൻ കാർഡിനെ അറിയുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കാർഡും എല്ലാവർക്കും ഒരേ രീതിയിൽ ഭക്ഷ്യസാധനങ്ങൾ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആർക്കും ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ കിട്ടുന്ന ആളോഹരി കണക്കിനായിരുന്നു അന്ന് ഭക്ഷ്യസാധനങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നത്. അങ്ങ് വഴങ്ങിയതാണോ? പ്ലീസ് പ്ലീസ്. കാനത്തിൽ ജമീല വഴങ്ങിയതാണോ? സർ വഴങ്ങിയ. മൈക്ക് കൊടു. കേരളീയനായ ഒരു മന്ത്രിയായിരുന്നു കേന്ദ്ര സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? AK ആന്റണി ആയിരുന്നു അന്ന് കേരളത്തിലെ ഭക്ഷ്യമന്ത്രി. സിവിൽ സപ്ലൈസ് മന്ത്രി AK ആന്റണി ആയിരുന്ന കാലത്താണ് APL BPL. ഞാൻ രാഷ്ട്രീയമൊന്നുമല്ല പറയുന്നത്, ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല. നമുക്ക് ഈ പ്രമേയം ഐക്യകണ്ഠേന പാസ്സാക്കേണ്ടതാണ്. നമുക്ക് വെള്ളിയാഴ്ച ദിവസമാണ്, സമയത്ത് അവസാനിപ്പിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടി ഷംസുദ്ദീൻ നയം അതിനനുസരിച്ചുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും മാറ്റമുണ്ടായിരിക്കാം. അന്ന് ഈ പോലെ AK ആന്റണി ആയിരുന്നു അന്ന് ഭക്ഷ്യ സിവിൽ മന്ത്രി എന്നുള്ളതാണ്. APL BPL ആയിട്ട് തിരിച്ചതോടുകൂടെ കാർഡിന്റെ കളർ മാറ്റവും ഉണ്ടായി. നീല കാർഡ്, പിങ്ക് കാർഡ്, മഞ്ഞക്കാർഡ്, വെള്ളക്കാർഡ് എന്ന് പറയുന്നത് പോലെ തന്നെ ജനങ്ങളെ തരംതിരിക്കുന്ന ഒരു രീതിയിലായിരുന്നു റേഷൻ സമ്പ്രദായം പോയിട്ടുള്ളത്. വലിയ പ്രയാസം അതിനുശേഷം ജനങ്ങൾക്കുണ്ടായി. BPL കാർഡിൽ ഉൾപ്പെടുത്തേണ്ടവരെ BPL കാർഡിലേക്ക് ഏറ്റവും ദരിദ്രരായിട്ടുള്ളവരടക്കം BPLന് പുറത്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. കേരളത്തിൽ അതെല്ലാം തന്നെ പരിഹരിച്ചു വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. മാത്രമല്ല സർ, ഭക്ഷ്യധാന്യം 16.25 ലക്ഷം മെട്രിക് ടണ്ണിൽ നിന്നും 14.25 ലക്ഷം മെട്രിക് ടണ്ണായി വെട്ടിക്കുറക്കപ്പെട്ടു. ആ കാലത്ത് 2 ലക്ഷം മെട്രിക് ടണ്ണാണ് UPA ഗവൺമെന്റിന്റെ ഈ നിയമം നടപ്പാക്കിയതിനു ശേഷം സംസ്ഥാനത്ത് നഷ്ടമായത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കൂടാതെ ടൈഡ് ഓവർ വിഹിതം നിർത്തലാക്കി. ഇതുമൂലം 57% വരുന്ന മുൻഗണനേതര കാർഡുകൾക്ക് നൽകി വരുന്ന നാമമാത്രമായ റേഷൻ പ്രതിസന്ധിയിലാവുകയാണ് സർ ആ കാലത്തുണ്ടായിട്ടുള്ളത്. ശേഷം 2014 BJP ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണ്. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വൈരനിര്യാതന ബുദ്ധിയോടെയാണ് കേരളത്തെ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസത്തിൽ ഇന്ന് നമ്മളെ എത്തുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രളയകാലത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള അരിയുടെ വിഹിതമടക്കം, അരിയുടെ പണമടക്കം ചോദിച്ചു വാങ്ങുന്ന ഒരു സ്ഥിതിയിലാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഒരു ബ്രാൻഡ് ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ബ്രാൻഡായിട്ടാണ് ഭാരത് ബ്രാൻഡ് അരി എന്ന പേരിൽ രാജ്യത്ത് ഇറക്കിയിട്ടുള്ളത്. FCI ഗോഡൌണുകളിൽ സംഭരിച്ചിട്ടുള്ള അരി ഓപ്പൺ മാർക്കറ്റിംഗ് സെയിൽസ് സ്കീം വഴി ടെൻഡർ പങ്കെടുത്ത് സപ്ലൈകോ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് കിലോയ്ക്ക് 24 രൂപയ്ക്ക് അരി നൽകുകയും അതിന് 1 രൂപ കുറച്ച് 23 രൂപയ്ക്ക് സംസ്ഥാനത്ത് വിതരണം ചെയ്തിരുന്നു. എന്നാൽ OMS സ്കീമിൽ സംസ്ഥാന സർക്കാർ ഏജൻസികളെ വിലക്കുകയും പകരം സ്വകാര്യ ഏജൻസികൾക്ക് പങ്കെടുക്കുവാൻ അനുമതി നൽകുകയും ചെയ്തു. ഇതുവഴി ഇവർക്ക് കിലോക്ക് 18.59 രൂപക്കാണ് അരി നൽകുകയും 29 രൂപ പൊതു വിപണിയിൽ സ്വകാര്യ ഏജൻസികൾ മുഖേന ഭാരത് റൈസ് എന്ന പേരിൽ വിതരണം ചെയ്യാൻ അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ ഇവർക്ക് സർ കേന്ദ്രം നൽകിയിട്ടുള്ള കിലോക്ക് 18.59 18 രൂപ പൈസ നിരക്കിൽ സംസ്ഥാനത്ത് ഏജൻസികൾക്ക് ലഭിക്കുകയാണെങ്കിൽ വെറും 22 രൂപക്ക് വിപണിയിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന അരിയായിരുന്നു. എന്നാൽ സ്വകാര്യ ഏജൻസികളെ ഇതിൽ ടെൻഡറിൽ പങ്കെടുക്കുവാൻ അനുവദിക്കാതെയാണ് ഭാരത് റൈസിന്റെ ഒരു പരിപാടി. സർ, ഇത് BJP ഗവൺമെന്റ് കളിച്ചിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ കളിയാണ്. അത് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും വലിയ അഴിമതി കൂടിയാണ് എന്നുള്ളതാണ് സർ ഇതിനെ കാണേണ്ടത് എന്നുള്ളതാണ് ഈ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. സർ, റേഷൻ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ ഒരു വർഷം ചെലവാക്കുന്നത് 912 കോടിയാണ് ചെലവിടുന്നത്. എന്നാൽ 86 കോടി മാത്രമാണ് കേന്ദ്ര വിഹിതമായിട്ട് ഇന്ന് അനുവദിക്കുന്നത്. ഇത്
ഇത് വലിയ പ്രയാസത്തിലേക്ക് തന്നെയാണ് സർ പോകുന്നത്. 1/10 തുക മാത്രമാണ് കേന്ദ്രം ഇന്ന് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സർ 1/10 എന്ന് പറയുമ്പോൾ ആ 1/10 മാത്രം കൊടുക്കുന്ന സ്ഥിതിയിലാണ് ഓരോ കടകളുടെ പ്രധാനമന്ത്രി മോദിയുടെ സെൽഫി പോയിന്റ് വേണമെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ സർ, എത്ര നിന്നയാണ്, എത്ര മോശമായിട്ട് ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിരുത്തൽ. സർ ഇതിന്റെ ഒരു ചെലവ് നോക്കാം. വെള്ളിയാഴ്ചയാണ് സർ, ഞാൻ നിർത്താം. ഇതുകൂടെ ഒന്ന് പറയട്ടെ സർ. ഭക്ഷ്യധാന വില ഇനത്തിൽ 336 കോടി കേരളം ചെലവാക്കുന്നതാണ് സർ. റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ 324 കോടി, ട്രാൻസ്പോർട്ടേഷൻ മറ്റ് കൈകാര്യ ചെലവും ഗോഡൌൺ വാടക അനുബന്ധ ചെലവുകൾ 252 കോടി തുടങ്ങി ആകെ 912 കോടി രൂപ സംസ്ഥാന സർക്കാർ റേഷൻ വിതരണം ചെയ്യുന്നതിനായി ചിലവിടുന്നുണ്ട്. ഇതിൽ 86 കോടി മാത്രമാണ് സർ സർക്കാർ തരുന്നത്. ഇതാണ് സർ ഞാൻ ഈ പ്രമേയം അവതരിപ്പിക്കുവാനുള്ള ഒരു കാര്യം. ഈ പ്രമേയം അവതരിപ്പിച്ച് ഈ സഭ ഐക്യകണ്ഠമായിട്ട് കേന്ദ്രം നമ്മളോട് കാണിക്കുന്ന ഈ അവഗണന അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഈ പ്രമേയത്തിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഐക്യകണ്ഠേന ഇത് അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. ഭേദഗതികൾ നൽകിയിട്ടുള്ള അംഗങ്ങളാരും സഭയിൽ ഹാജരില്ലാത്തതുകൊണ്ട് അത് പരിഗണിക്കേണ്ട കാര്യമില്ല. ഇനി ശ്രീ IB സതീഷ്, നിങ്ങൾക്ക് 5 മിനിറ്റ്. ഈ പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ്. ഏറെ പ്രസക്തവും അനിവാര്യവുമായ ഒരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അംഗം പ്രമേയത്തിലൂടെ അവതരിപ്പിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഒരു പ്രദേശത്ത് അധിനിവേശം നടത്താൻ ആഗ്രഹിക്കുന്ന ശക്തികൾ ആ പ്രദേശത്തെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുകയും ആ പ്രദേശത്തെ ജനങ്ങളെ പട്ടിണിക്കിരയാക്കുകയും ചെയ്യുക എന്നൊരു രീതി അവലംബിക്കാറുണ്ട്. അതിനു സമാനമായ സാഹചര്യമാണ് കേരളത്തോട് രാഷ്ട്രീയ കാരണങ്ങളാൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വയം സംസാരിക്കുന്ന കണക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിന് 12.72 ലക്ഷം മെട്രിക് ടൺ അരിയും 3.53 ലക്ഷം മെട്രിക് ടൺ ഗോതമ്പും ഉൾപ്പെടെ 16.25 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മൊത്തം 14.25 ലക്ഷം മെട്രിക് ടണ്ണായി വെട്ടിക്കുറയ്ക്കപ്പെട്ടു. ചുരുക്കത്തിൽ സംസ്ഥാനത്തിന് പ്രതിവർഷം അനുവദിക്കപ്പെടുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ അളവിൽ 2 ലക്ഷം മെട്രിക് ടണ്ണിൻ്റെ കുറവാണുണ്ടായത്. അതോടൊപ്പം ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കിയതിലൂടെ റേഷൻ വിതരണ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട 57% വരുന്ന ജനവിഭാഗത്തിന് നാമമാത്രമായെങ്കിലും അരി വിതരണം നടത്താൻ കഴിയുന്നത് കേന്ദ്രം അനുവദിച്ചു വന്ന ടൈഡ് ഓവർ അരിവിഹിതത്തിൽ നിന്നാണ്. ടൈഡ് ഓവർ അരിവിഹിതത്തിൽ വർധന വരുത്തണമെന്ന കാര്യം കേന്ദ്ര സർക്കാർ നിർദ്ദയം നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റു കണക്കുകളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. തീരദേശ മേഖലയിൽ ദുരിതമനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ കൂടുതൽ ദുരിതപൂർണമാക്കുന്ന കണക്കുകളാണ് മണ്ണെണ്ണ വിതരണത്തിൻ്റെ കാര്യത്തിലുണ്ടാകുന്നത്. 2020-21 സാമ്പത്തിക വർഷത്തിൽ 37,056 കിലോ ലിറ്റർ മണ്ണെണ്ണ സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നു. 2023-24 7,776 കിലോ ലിറ്റർ മണ്ണെണ്ണ, 2024-25 3,120 കിലോ ലിറ്റർ മാത്രമായി പരിമിതപ്പെടും എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ ബഹുമാനപ്പെട്ട അംഗം കൃത്യമായി വിശദീകരിച്ചതുപോലെ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് മഹാനായ AKG നടത്തിയ അതിശക്തമായ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കാകെ മാതൃകയായ പൊതുവിതരണ ശൃംഖല കേരളത്തിൽ സ്ഥാപിതമായത്. എന്നാൽ അതിനു മുമ്പ് തന്നെ, ഐക്യ കേരള സംസ്ഥാനത്തിന് മുമ്പ് തന്നെ പട്ടിണിക്കെതിരായ മനുഷ്യൻ്റെ പോരാട്ടത്തിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേതൃത്വം നൽകിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉരിയരി പോലും കിട്ടാനില്ല, ഉദയാസ്തമനം വരെ നിന്ന് നിറച്ചാലും എന്ന അവസ്ഥ ഉണ്ടായപ്പോഴാണ് കരിവള്ളൂർ പ്രക്ഷോഭം ഉണ്ടായത്. കരിവള്ളൂരിൽ ചിറയ്ക്കൽ തമ്പുരാൻ്റെ പത്തായപ്പുരയ്ക്കകത്ത് നിറച്ചു വച്ചിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ പാവപ്പെട്ട മനുഷ്യന് വിതരണം ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ
നടത്തിയ പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി 2 സഖാക്കൾ രക്തസാക്ഷികളായി, കീലേരി കുഞ്ഞമ്പുവും തിടിൽ കണ്ണനും. അന്ന് തുടങ്ങിയ പോരാട്ടം, ഈ നാട്ടിലെ മനുഷ്യന് പട്ടിണിയില്ലാതെ ജീവിക്കുന്നതിന് നടത്തിയ പോരാട്ടത്തിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് തുടക്കം കുറിച്ചത്. അതോടൊപ്പം നിരവധിയായ പ്രക്ഷോഭങ്ങൾ കേരളത്തിലുടനീളമുണ്ടായി. മഹാനായ AKജിയുടെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ, അതുൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾ. അതിൻ്റെ ഒടുവിലാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ യുഗപ്രഭാവനായ ജവഹർലാൽ നെഹ്റുവിൻ്റെ മുഖത്ത് നോക്കി കേരളത്തിന് നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കാൻ 1-ാം പഞ്ചവത്സര പദ്ധതിയിൽ കർഷക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയത് വഴിയാണ് കേരളത്തിൽ നാണ്യവിളകൾ കൂടുതലുണ്ടായത്. നാണ്യവിളകൾക്ക് പ്രാമുഖ്യം ലഭിച്ചപ്പോൾ ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ കുറവുണ്ടായി. അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ മുന്നിൽ മഹാനായ AKജിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടത്തുന്നത്. ആ പൊതുവിതരണ ശൃംഖലയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനമുണ്ടായില്ലേ വിവിധ ഘട്ടങ്ങളിൽ? നയങ്ങളാണ്, വലതുപക്ഷ രാഷ്ട്രീയ നയങ്ങളുടെ ഇരകളായി മലയാളികൾ മാറുന്ന സാഹചര്യം ഉണ്ടായി. ഭക്ഷ്യസുരക്ഷാ നിയമം തന്നെ അതിൻ്റെ മറ്റൊരു ഭാഗമാണ് എന്ന് നമുക്ക് വ്യക്തികൾക്കപ്പുറം നയങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിലകം കൊട്ടാരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടന്നപ്പോൾ ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്ന കോൺഗ്രസ് അന്ന് ജന്മിത്വത്തിൻ്റെ ഒപ്പമായിരുന്നു. ഈ നാട്ടിലെ പട്ടിണിക്കാരായ മനുഷ്യർക്ക് എതിരായിരുന്നു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ 18 പാർലമെന്റ് അംഗങ്ങൾ, അപ്പുറത്തിന് പ്രതിപക്ഷത്തിന് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന അംഗങ്ങളുണ്ട്. നമ്മുടെ നാട് ഏറ്റവും ഭീകരമായ ഒരു ദുരിതത്തിലേക്ക്, ലോക യുദ്ധ അനന്തര കാലത്തെ പട്ടിണിക്ക് സദൃശ്യമായ കാലത്തേക്ക് എത്തിക്കാനുള്ള വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയുള്ള ശ്രമം നടക്കുന്നു. കേരളത്തിൽ ബഹുമാന്യനായ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കാറും കോളും നിറഞ്ഞ ഈ കാലഘട്ടത്തെയും ധീരതയോടെ ദീർഘവീക്ഷണത്തോടെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിന് പിന്തുണ നൽകാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം, ഈ നാടിനോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കണം എന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്തുണച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശ്രീ എൽദോസ് പി. കുന്നപ്പള്ളി, 2 മിനിറ്റ്. സാർ, പൊതുവിതരണ രംഗത്ത് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന അരിയുടെ വിഹിതം വെട്ടിച്ചുരുക്കിയതിനെതിരെ ശക്തമായ ഭാഷയിലാണ് നമുക്ക് പ്രതികരിക്കേണ്ടത്. പക്ഷേ പ്രമേയ അവതാരക കാനത്തിൽ ജമീല 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ അതിൽ ഭൂരിപക്ഷവും BJP ഗവൺമെൻറ്റിനെ എതിർക്കുന്നതിന് പകരം മുൻപുണ്ടായിരുന്ന UPA ഗവൺമെൻറ്റിനെയും രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇങ്ങോട്ടുണ്ടായ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു ചെയ്ത വലിയ കാര്യങ്ങളൊക്കെ വീണ്ടും വിമർശിച്ചുകൊണ്ടാണ് സംസാരിക്കുകയുണ്ടായി. സാർ, 1947 രാജ്യം സ്വാതന്ത്ര്യം ലഭ്യമായതിനു ശേഷം വളരെ പട്ടിണി പാവങ്ങളായിരുന്ന ഈ രാജ്യത്ത്, ദാരിദ്ര്യമുണ്ടായിരുന്ന ഈ നാടിനെ സമ്പന്നമാക്കാൻ വേണ്ടിയും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടേറെ നല്ല കാര്യങ്ങളാണ് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. പഞ്ചവത്സര പദ്ധതികൾ അതിന് വലിയ ഉദാഹരണമാണ്. അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ നിയമം നമുക്കെല്ലാവർക്കും അറിയാം. 1-ാം UPA ഗവൺമെൻറ്റിനെ BJPയുടെ കൂടെ കൂടി കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചതിന് ശേഷം 2ാമത് വന്ന UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നത്. ഈ ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നതിന് ശേഷമാണ് രാജ്യത്ത് പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം സുലഭമായി കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സാർ, ഇന്ന് റേഷൻ കടകളുടെ അവസ്ഥ എന്താണ് സാർ? റേഷൻ കടകളെല്ലാം ആളുകൾ ആയിരിക്കുന്ന പഴയ കാലഘട്ടത്തിലേക്ക് പോകണമെന്നാണ്. എല്ലായിടത്തും വലിയ ക്യൂ ആണ് സാർ. പോസ്റ്റ് മെഷീൻ ആണെങ്കിൽ പലപ്പോഴും പല സമയത്തും പ്രവർത്തിക്കുന്നില്ല, മെഷീൻ കേടാവുകയാണ്. സാർ, ആധാർ വെരിഫിക്കേഷൻ നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സോഫ്റ്റ്വെയർ മെയിൻ്റനൻസും സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റും നടത്തേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അത് തന്നെ കരാർ തീർന്നു. ഇതിലൊക്കെ വലിയ അഴിമതി ഉണ്ടോ എന്ന സംശയം പോലും ഉണ്ട് സാർ. ഇങ്ങനെ പോസ്റ്റ് മെഷീൻ പ്രവർത്തിക്കാത്തത് മൂലം റേഷൻ കടകളിൽ കൃത്യമായി റേഷൻ കിട്ടുന്നില്ല. മണ്ണെണ്ണയാണെങ്കിൽ ഇല്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമായിട്ടുള്ള മണ്ണെണ്ണ കിട്ടാത്ത അവസ്ഥയായി. ആദിവാസികൾക്ക് പോലും മണ്ണെണ്ണ കിട്ടുന്നില്ല. കേരളം സമ്പൂർണ്ണമായി വൈദികരിച്ചു എന്നതുകൊണ്ട് പലപ്പോഴും ആദിവാസി മേഖലയിൽ കിട്ടേണ്ട മണ്ണെണ്ണ പോലും കിട്ടാത്ത സാഹചര്യമാണ് സാർ ഇന്ന് ഇവിടെ ഉള്ളത്. ഈ ഗവൺമെൻറ് പറയുന്നുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ സ്റ്റോർ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്നു സാർ. പക്ഷേ സ്റ്റോർ അല്ല, മികച്ച രീതിയിൽ ഉള്ള സംവിധാനങ്ങൾ റേഷൻ കടകളിൽ കൊണ്ടുവരികയും റേഷൻ നിലയ്ക്കാത്ത രീതിയിൽ അതിനെ കൂടുതലായി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വിഹിതം കൂടുതലായി കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള സാഹചര്യം നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
ശ്രീ കുറുക്കോളി മൊയ്തീൻ, 2 മിനിറ്റ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരായി അരി, മണ്ണെണ്ണ തുടങ്ങിയവയുടെ വിഹിതം വെട്ടിക്കുറച്ച നടപടിയും പുതിയ ടെൻഡർ സ്വഭാവം ക്രമീകരിച്ചതിൻ്റെ വിഷയങ്ങളും എതിർത്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ പ്രമേയത്തെ, കാനത്തിൽ ജമീല അവതരിപ്പിച്ച പ്രമേയത്തെ, അതിൻ്റെ താല്പര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ ഇതിൽ ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതും നമ്മൾ കാണേണ്ടതുമായിട്ടുമുണ്ട്. നമ്മുടെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യാൻ വേണ്ടിയാണ് കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് നമ്മൾ സംഭരിച്ചു വരുന്നത്. 1994 കെ കരുണാകരൻ മുഖ്യമന്ത്രിയാകുന്ന സന്ദർഭത്തിലാണ് കർഷകരിൽ നിന്ന് നെല്ല് ഇങ്ങനെ സംഭരിക്കാൻ തുടങ്ങിയത്. അതിന്നും തുടർന്നു വരികയും കാലാനുസൃതമായി അതിൻ്റെ വില വർദ്ധിപ്പിച്ച് കൊണ്ടുവരികയും ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഇപ്പോൾ കർഷകരെ അവഗണിക്കുകയും ഈ നെല്ല് സംസ്കരിക്കുന്ന മില്ലുടമകൾക്ക് കൊടുക്കുന്ന താല്പര്യം പോലും കർഷകരോട് കാണിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. നമുക്കറിയാം, ഇവിടെ കർഷകർക്ക് പ്രോത്സാഹനജനകമായി അവർക്ക് ഉത്തേജനം നൽകുന്ന രീതിയിൽ കൃഷിയിൽ തുറന്നു നിൽക്കുവാനും കൂടുതൽ കൃഷിയിൽ താല്പര്യം കാണിക്കുവാനും ഒക്കെ പര്യാപ്തമായ രീതിയിലേക്കാണ്, സഹായകമായ നിലപാടാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഇടത്തട്ടുകാർ മുഖേനയാണ് ഈ നെല്ലിൻ്റെ സംഭരണം പോലും കേരളത്തിൽ നടക്കുന്നത്. ഇടത്തട്ടുകാർ മുഖേന തമിഴ്നാട്ടിൽ നിന്ന് നെല്ല് വരുന്നു എന്ന് പരക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാലക്കാട് ജില്ലയിൽ അവിടെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച നെല്ലിനേക്കാൾ കൂടുതൽ സംഭരിച്ച വസ്തുത കഴിഞ്ഞ സീസണിൽ ഉണ്ടായി. ഈ ഇടത്തട്ടുകാരെ മാറ്റി കർഷകരെ നേരിട്ട് സംഭരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. തുടർച്ചയായി കേന്ദ്ര ഗവൺമെൻറ് ഈ വർഷം 117 പൈസയും കഴിഞ്ഞ വർഷം ₹1.43 അതിന് തൊട്ടുള്ള മുമ്പുള്ള വർഷം 1 രൂപയും നെല്ലിന് വേണ്ടി വർദ്ധിപ്പിച്ചുവെങ്കിലും കേരളത്തിൽ ആ വർധനവ് കർഷകർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് കേരളത്തിൽ കൃഷി കൂടുതൽ, നെൽകൃഷി കൂടുതൽ വ്യാപിപ്പിക്കുവാനും ഇവിടെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ, തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ സിവിൽ സപ്ലൈസ് മുഖേന വിതരണം ചെയ്യാൻ പര്യാപ്തമാകുന്ന രീതിയിലേക്ക് നമുക്ക് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് പ്രോത്സാഹനജനകമായ നയം കേരളത്തിലെ സർക്കാരും അനുവർത്തിക്കേണ്ടതുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി, അങ്ങേക്ക് സംസാരിക്കും. 10 മിനിറ്റ്. സർ, ബഹുമാന്യായ ശ്രീമതി കാനത്തിൽ ജമീല ഇവിടെ അവതരിപ്പിച്ച പ്രമേയം, അനൗദ്യോഗികമായ പ്രമേയം, അതിൻ്റെ ഉള്ളടക്കത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ് സർ. ഇതുപോലൊരു വിഷയത്തിൽ പോലും രാഷ്ട്രീയം കാണുന്ന ആ മഞ്ഞക്കണ്ണ് അപ്പുറത്തിരിക്കുന്ന UDF ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. കേന്ദ്ര ഗവൺമെൻറ് എത്ര ക്രൂരമായ നിലപാടാണ് കേരളത്തോട് കാട്ടുന്നത്. ഞാൻ ഇവിടെ ധനാഭ്യർത്ഥന ചർച്ചയിലും ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുമെല്ലാം പല ഘട്ടങ്ങളിലും ആ വിഷയം സൂചിപ്പിച്ചതാണ്. ഞാനതുകൊണ്ട് അതിൻ്റെയൊന്നും കടക്കുന്നില്ല. അത്തരം ഒരു ഘട്ടത്തിലും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പോരായ്മകളും കുറവുകളും എല്ലാം ചർച്ച ചെയ്യുന്നതിനൊക്കെ ഞങ്ങൾ സ്വാഗതമായിട്ടുള്ള നിലപാട് തന്നെയാണ്, അതിലും തർക്കമൊന്നുമില്ല. പക്ഷേ ഈ നമുക്ക് ലഭ്യമാകേണ്ടുന്ന അരി നൽകാത്ത നിലപാട്, ലഭ്യമായ അരി തന്നെ ക്രമീകരിച്ച് കൊടുക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള നിബന്ധനകൾ, അക്കാര്യത്തിൽ എന്തിനാ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വിയോജിക്കേണ്ട കാര്യം? അതിൽ വളരെ യോജിച്ച നിലപാടല്ലേ എടുക്കേണ്ടത്. ഇവിടെ NFSA നടപ്പാക്കിയതിനെക്കുറിച്ചും NFSAയുടെ നേട്ടത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു. സർ, ഒരു കാര്യം അറിയേണ്ടത്, NFSA നടപ്പാക്കിയതോടുകൂടിയാണ് 16.25 ലക്ഷം മെട്രിക് ടൺ ധാന്യം 14.4 2 ലക്ഷം കുറവ് വരുത്തിയത് NFSA നടപ്പാക്കിയ UPA ഗവൺമെൻറ്റാണ്. അതൊരു സത്യമാണ്. ആ സത്യമായിട്ടാണ് ഇവിടെ അംഗങ്ങളിവിടെ സൂചിപ്പിച്ചത്. അതുപോലെ നമുക്ക് ഈ നിയന്ത്രണം വെച്ച് 57% മലയാളിയെ, കേരളത്തിൻ്റെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷ്യഭദ്രതയുമായി ബന്ധപ്പെട്ട് എല്ലാ കാർഡുകാർക്കും, എല്ലാ ജനങ്ങൾക്കും അരിയാഹാരം കൊടുക്കാനുള്ള, പരിമിതമാണെങ്കിലും കൊടുക്കാനുള്ള ശ്രമമാണ് ഗവൺമെൻറ്റുകൾ തുടർന്നു വന്നത്. എന്നാൽ NFSA നടപ്പാക്കിയതോടുകൂടി ഉണ്ടായതെന്താ? 57% മലയാളി ഭക്ഷ്യധാന്യ സംരക്ഷണത്തിന് പുറത്തായി. പരിമിതമായ 2 കിലോ മാത്രമാണ് അവർക്കിപ്പോൾ കൊടുക്കാൻ കഴിയുന്നത്. അവർ ഒരു മാസം വാങ്ങിയില്ലെങ്കിൽ
വാങ്ങാത്ത ആളുകളുടെ ആ അരി അടുത്ത മാസം അതേ കാർഡുകാർക്ക് ക്രമീകരിച്ച് കൊടുക്കാൻ അതിനും അനുവാദമില്ല. അപ്പം അതുകൊണ്ട് അത്തരം വിഷയങ്ങളെ ഗൗരവമായി കാണുന്നില്ല. എന്താ പറഞ്ഞത്, ഒരംഗം പറഞ്ഞത് ഇവിടെ റേഷൻ കടയിൽ പോയി അരി കിട്ടുന്നില്ലെന്നാണ്. സർ, ഈ മാസം ഇന്ന് വരെ 59.1% പേർ അരി വാങ്ങിയിരിക്കുകയാണ്. ഈ മാസം 65,21,524 ഒരു മിനിറ്റിന് മുമ്പ് വരെ വാങ്ങിയവരുടെ കണക്കാണ്. ഇന്നത്തെ വിതരണം ഇന്ന് വാങ്ങിയത് ഉച്ചയ്ക്ക് 12 മണിയാകുന്ന സമയത്ത് വരെ വാങ്ങിയത് 2,03,407 കുടുംബങ്ങൾ ഇന്ന് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിരിക്കുകയാണ്. സാർ, ഈ കാലാവസ്ഥ വല്ലാതെ നിൽക്കുന്നൊരു ഘട്ടമായതുകൊണ്ട് 5 ദിവസവും കൂടെ ഈ മാസത്തെ അരി അടുത്ത മാസം വാങ്ങിക്കാൻ അനുവാദം കൊടുക്കാൻ ഞാൻ രാവിലെ തന്നെ അറിയിപ്പ് കൊടുക്കും. അതാണ് കേരളത്തിലെ ഗവൺമെൻറ് സമീപനം. ഒരാളിന്, ഒരു കുടുംബത്തിന് അരി നിഷേധിക്കാൻ, അരി കിട്ടാതാക്കാനുള്ള ഒരു നിലപാടും ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്നുള്ള വസ്തുത നിങ്ങൾ അറിയാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്. മറ്റൊന്ന്, ഇവിടെ നെല്ല് സംഭരണത്തെക്കുറിച്ച് പറഞ്ഞു. ഇടത്തട്ടുകാരിൽ നിന്നാണ് നെല്ല് സംഭരണം. എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്? നെല്ലിൻ്റെ പൈസ കുറച്ച് മെയ് മാസത്തിന് ശേഷമുള്ളത് കൊടുക്കാനുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഈ സഭയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തവണയെ സംഭരിച്ച് നെല്ലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇടത്തട്ടുകാരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിവരം ബഹുമാനപ്പെട്ട അംഗം ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ ആവശ്യമായ നടപടി സ്വീകരിക്കും. കർഷകരിൽ നിന്ന് അല്ല, നമ്മുടെ ശ്രദ്ധയില്ലല്ലോ, അതല്ലേ പറഞ്ഞത്. കർഷകരിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ചെയ്യാത്ത ഏറ്റവും വലിയ വില കൊടുക്കുന്നു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ ചെയ്യാത്ത ഈ കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് പൂർണ്ണമായി സംഭരിക്കുന്നു. ആ സംഭരണ വിഷയങ്ങളെ സംബന്ധിച്ച് ആക്ഷേപം ഉയർന്ന ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടായിട്ടില്ല. എന്നാൽ നെല്ലിൻ്റെ വില കൊടുക്കുന്നതിൽ ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. അതെല്ലാം നമുക്കെല്ലാം അറിയുന്ന വിഷയങ്ങളായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. സാർ, ഇവിടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യ വിഹിതം അനുവദിക്കുക, സംസ്ഥാനത്തിന് ആവശ്യമായ മണ്ണെണ്ണ വിഹിതം അനുവദിക്കുക, ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരം FCIയിൽ നിന്നും ടെൻഡറിൽ പങ്കെടുത്തുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നതിന് സംസ്ഥാന ഏജൻസികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ അവതരിപ്പിച്ച അനൗദ്യോഗിക പ്രമേയത്തിലെ ഉള്ളടക്കത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. സാർ, സംസ്ഥാനത്തെ മുൻഗണനേതര വിഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന 6,459.07 മെട്രിക് ടൺ ഗോതമ്പ് വിഹിതം നിർത്തലാക്കിയതും ജനസംഖ്യാനുപാതികമായി മുൻഗണനാ കാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാത്തതും സംസ്ഥാനത്തെ പൊതുവിതരണ രംഗത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമായി കാണാവുന്നതാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വാർഷിക വിഹിതത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചില പ്രത്യേക മാസങ്ങളിൽ, ഉത്സവ മാസങ്ങളിലും പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന ഘട്ടത്തിലും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ അനുമതി നൽകണമെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യവും കേന്ദ്ര സർക്കാർ നിരാകരിച്ചിരിക്കുകയാണ്. സാർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പലതവണ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഭക്ഷ്യധാന്യ വിഹിതം വർദ്ധിപ്പിക്കുക, മുൻഗണനാ കാർഡുകളുടെ പരിധി ഉയർത്തുക, OMS സ്കീമിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 17/2/2024 പ്രധാനമന്ത്രിക്കും 12/3/2024 കേന്ദ്ര ഭക്ഷ്യമന്ത്രിക്കും കത്തുകൾ നൽകിയിട്ടുണ്ട്. സാർ, സംസ്ഥാനത്തെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മേൽ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയെയും പെട്രോളിയം വകുപ്പ് മന്ത്രിയെയും നേരിൽ കണ്ട് പലതവണ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും ഇക്കാര്യങ്ങളിൽ മേൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഫലം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട അംഗം അവതരിപ്പിച്ച അനൗദ്യോഗിക പ്രമേയത്തെ സർക്കാർ അനുകൂലിക്കുന്നില്ല. ശ്രീമതി കാനത്തിൽ ജമീല, അങ്ങയുടെ പ്രമേയം പ്രസ് ചെയ്യുന്നുണ്ടോ? പ്രസ് ചെയ്യാത്ത പക്ഷം സഭയുടെ അനുമതിയോടെ പ്രമേയം പിൻവലിച്ചിരിക്കുന്നു.